بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എൻ്റെ ശബ്ദം അടുത്തു നിന്നോ അകലെ നിന്നോ ശ്രദ്ധിക്കുന്ന മുഅ്മിനീങ്ങളായ എൻ്റെ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ നബിയായി നിയോഗിക്കപ്പെട്ടു. അങ്ങനെ ജനങ്ങൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ ഹഖ് വിളിച്ചോതണം എന്ന കൽപ്പന ലഭിച്ചു. അങ്ങനെ കുടുംബങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പ്രചരണം നടത്തി. ആരും സ്വീകരിക്കാനില്ല, എല്ലാവരും തള്ളിപ്പറയുകയാണ്. ഉൽമജാസ് ചന്തയിൽ വെച്ച് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് വിളിച്ചു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്നുള്ളത് നിങ്ങൾ പറയൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറയൂ, തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിലായി സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. നല്ല ശരീരത്തിന് വലുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്, കണ്ടാൽ ആകർഷിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ പറയുകയാണ്, ഇയാളെ വിശ്വസിക്കരുത്, ഈ പറഞ്ഞു പോകുന്ന ഈ ആളെ വിശ്വസിക്കരുത്. ചില റിവായത്തുകൾ സാബിഉൻ കാദിബ്, മതഭ്രഷ്ടനാണ്, കള്ളനാണ് എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കുന്നേയില്ല. അങ്ങനെ കണ്ടു നിന്ന പിന്നീട് മുസ്ലിമായ സ്വഹാബി അദ്ദേഹം ചോദിക്കുകയാണ്, ഇതാരാണ്? ആ പോകുന്നത് മുഹമ്മദാണ്. പുറകിലുള്ളതാരാണ്? പുറകിലുള്ളത് അദ്ദേഹത്തിന്റെ പിതൃവ്യൻ, സ്വന്തം പിതാവിന്റെ ജ്യേഷ്ഠൻ അബൂലഹബ. ഈ ഒരവസ്ഥ നമ്മൾ നേരിൽ കണ്ടാൽ, സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്തായിരിക്കണം നമ്മളുടെ നിലപാട്? സ്വന്തം കുടുംബത്തിൽപ്പെട്ട വിശ്വാസയോഗ്യനെന്ന് സമൂഹം വിലയിരുത്തുന്ന കുടുംബക്കാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കുടുംബക്കാരൻ അംഗീകരിക്കപ്പെടും. ആ ആള് പറയുകയാണ്, ഇയാൾ കള്ളനാണ്, വിശ്വസിക്കരുത്, സത്യപ്പെടുത്തരുത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണ്. സഹോദരങ്ങളെ, ഈ ഒരു സംഭവത്തെ മുന്നിൽ വെക്കാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അതുമായി ആരൊക്കെ മുന്നിലേക്ക് വന്നിട്ടുണ്ടോ അവരാരും ആക്ഷേപിക്കപ്പെടാതിരുന്നിട്ടില്ല, ഉപദ്രവിക്കപ്പെടാതിരുന്നിട്ടില്ല. നാട്ടിൽ നിന്നും ചീത്തവിളികൾ കേൾക്കാതിരുന്നിട്ടില്ല, അവരെല്ലാം കേട്ടിട്ടുണ്ട്. ആളുകൾ പറയും കദ്ദാബാൻ, സാഹിറാൻ, കാഹിനാൻ, ഷാഇറാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറ്റവരും അടുത്തവരുമൊക്കെ പുറകിലൂടെ നടന്ന് ആക്ഷേപിക്കും. ഈ സമയത്ത് സത്യം അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങൾ അവനെ തളർത്താവതല്ല. ഇതിനെ സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഒരു കാര്യം മുന്നിലായി പറഞ്ഞത്. നമ്മളുടെ നാടുകളിൽ മലയാളത്തിൽ ഖുതുബ നടത്തുന്ന ആളുകൾ, ഖതീബുമാർ, അവർ വിളിച്ചു പറയുകയാണ്, തീവ്രവാദി എന്നാണ് വിളിക്കുന്നത്, പച്ചയായി അങ്ങനെ തന്നെ. അതല്ലെങ്കിൽ ദമ്മാജ് എന്ന് പറഞ്ഞാൽ ഒരു തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ് എന്നാണ് പറയുന്നത്. യമനി ത്വരീഖത്താണ്, സൂഫി ത്വരീഖത്തൊക്കെ പോലെയുള്ള ഒരു ത്വരീഖത്താണ് എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തൊക്കെ അവർക്ക് പറയാൻ സാധിക്കുമോ അതൊക്കെ അവർ പറയുന്നുണ്ട്. എവിടെയൊക്കെ ദഅവത്തുമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മർക്കസുകൾ, ദുർനിഷ്കൾ അത് നിലനിൽക്കുന്നുവെന്നോ അവിടെയെല്ലാം ആക്ഷേപവുമായി പല വിധത്തിലുള്ള ആളുകൾ പുറകിലൂടെയുണ്ട്. നമ്മൾ ഒരിക്കലും കരുതേണ്ടതില്ല ഏതെങ്കിലും ഒരു പ്രത്യേക പേരുള്ള ആളുകളുടെ അവാന്തര വിഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് പുറകിലുള്ളത് എന്ന്. അല്ലെങ്കിൽ അവരും വിചാരിക്കേണ്ടതില്ല.
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്തിനെതിരെ സമൂഹം ഒന്നടങ്കം ഒറ്റക്കെട്ടാണ്. അവർക്കെല്ലാവർക്കും ഈ ദഅവത്തിനെ ആക്ഷേപിക്കുക എന്നതൊരു ഹരമാണ്. നമുക്കറിയാമല്ലോ, റഹ്മത്തുള്ള എന്ന് പറഞ്ഞ റഹ്മത്തില്ലാത്ത ഒരാൾ, ആ ആൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്തിനെ കുറിച്ച് സംസാരിച്ചു, ദമ്മാജിനെ കുറിച്ച് സംസാരിച്ചു, ആക്ഷേപിച്ചു. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ദമ്മാജിനെ കുറിച്ച് ആക്ഷേപിക്കുന്നു. നമുക്കറിയാം, കർണാടകയിൽ മൂടബിദ്രിയിൽ നമ്മളുടെ ബഹുമാന്യ സഹോദരൻ അബൂ മുഖ്ലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം അടക്കമുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ AP സമസ്തയിൽപ്പെട്ട ആളുകൾ കടന്നു വന്നു. അവരും വെല്ലുവിളിച്ചത് ദമ്മാജിനെയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ വെല്ലുവിളിക്കാൻ അവർക്കാർക്കും ഒരു മടിയുമില്ല. പക്ഷേ അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംരക്ഷിക്കുന്നതാണ്. അതുപോലെ ഏതൊരു വാർത്താ ചാനലുകളിൽ ദമ്മാജ് നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, അതിലെ പല ഇനം പ്രസ്ഥാനങ്ങൾ ഏതെടുത്തു നോക്കിയാലും, സംഘടനയുള്ള പ്രസ്ഥാനമായാലും ഇല്ലാത്ത പ്രസ്ഥാനമായാലും, ദമ്മാജ് അത് ഒന്നുകിൽ തീവ്രവാദികളാണ്, അല്ലെങ്കിൽ ഖവാരിജികളാണ്. അതായത് ഒന്ന് തീവ്രവാദി എന്ന് മലയാളത്തിൽ പറയുന്നു, മറ്റാള് ഖവാരിജ് എന്ന് അറബിയിൽ പറയുന്നു. അങ്ങനെ ആക്ഷേപങ്ങളും കുപ്രചരണങ്ങളും ഏറെ ഏറ്റിട്ടും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അതിവിടെ ബാക്കിയാണ്. സഹോദരങ്ങളെ, ഈ ഒരു അവസരത്തിൽ അഹ്ലുസുന്നക്ക് എന്ത് പറയാനുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. തീവ്രവാദം എന്നതല്ലാതെ വേറൊന്നും ഇതിനെ കുറിച്ച് കേട്ടിട്ടില്ല. അവർ യഥാർത്ഥത്തിൽ തീവ്രവാദികളാണോ? അബൂലഹബിന്റെ സംസാരം കേട്ട് അന്ന് തന്നെ ചെവിയും പൂട്ടി കഴിഞ്ഞു കാര്യം, ഇവൻ കള്ളനാണ്, മതഭ്രഷ്ടനാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ആരാണ് പിന്നെ മുസ്ലിം ആവുക? സത്യം സ്വീകരിക്കാൻ ആരാണ് മുന്നിലേക്ക് കടന്നു വരിക? അബൂ മുഖ്ലി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഷെയ്ഖ്, അതുപോലെ തന്നെ നമ്മൾ ഉസ്താദ് അബൂ അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെയും ഷെയ്ഖാണ് അബൂ ബിലാൽ. ഷെയ്ഖ് അബൂ ബിലാൽ ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഇടക്കിടക്ക് പറയാറുള്ള ഒരു കവിത ശകലം, യബ്നൽ കിറാമി അലാ തദ്നു ഫതുബ്സിറമ ഹദ്ദസൂക അന്നാ വമാ റായിൻ കമൻ സമിഅ. അല്ലയോ ആദരണീയരുടെ മകനെ, നീ ഒന്ന് അടുത്ത് വാ, എന്നിട്ട് നീ ഇതൊക്കെ ഒന്ന് കാണും. അവർ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ് നിന്നെ തെറ്റിയിട്ടുള്ള വിഷയങ്ങൾക്ക് നീ നേരിട്ടൊന്ന് കാണും. ഒരിക്കലും നേരിട്ട് കണ്ടവനോ കേട്ടവനെ പോലെയല്ല. കേട്ടറിഞ്ഞ പലതും ഉണ്ടാകും, അവർ ചിരിക്കുകയില്ല. അത് കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കുകയാണ്. അവർ ആളുകളോട് സലാം പറയുന്നില്ല, അത് പറഞ്ഞിട്ട് നമ്മളോട് സലാം പറയുന്നില്ല. അവർ ആളുകളെ ചീത്തപ്പേരുകൾ വിളിക്കുന്നു, അതുകൊണ്ട് അവർ തീവ്രവാദികളാണ്, അവർ ഖവാരിജികളാണ്. അവർ ആളുകളെ വിദേഹികളാക്കുന്നു, അതുകൊണ്ട് അവർ വെല്ലുവിളിച്ച ആളുകളാണ്. ഇങ്ങനെ ആക്ഷേപിക്കപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം വഹിക്കുന്നത് അപ്പുറത്തുള്ള ആളുകളാണ്. യാഥാർത്ഥ്യത്തെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോവുകയാണ്. ഞങ്ങളുടെ കുറ്റം എന്താണ്? അഹ്ലുസുന്നത്തിന്റെ പ്രശ്നം എന്താണ്? അവർ ആളുകളെ ചീത്തവാക്കുകൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുന്നു. പല ഖതീബുമാരും പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ നമ്മൾ കേട്ടു. അതൊരിക്കലും എനിക്കിവിടെ പ്ലേ ചെയ്യാനോ എനിക്കത് പറഞ്ഞ് നിങ്ങൾക്ക് കേൾപ്പിക്കാനോ പറ്റുകയില്ല. പറഞ്ഞ്, അതായത് പച്ച മലയാളത്തിൽ ആ മലയാളം നമുക്ക് പറയാൻ ഖതീബുമാർ, ഞാൻ പറഞ്ഞ സാധാരണക്കാരെ കുറിച്ചല്ല, ആവേശം കയറി പല സാധാരണക്കാർ പലതും പറയും. ഖതീബുമാർ പള്ളി മുമ്പറുകളിൽ ഖുതുബ പറഞ്ഞ് കഴിഞ്ഞിറങ്ങുന്ന ആളുകൾ, അവർ അഹ്ലുസുന്നത്തിനെ കുറിച്ച് പറഞ്ഞത്, ദമ്മാജിനെ കുറിച്ച് പറഞ്ഞത്, അഹ്ലുസുന്നത്തിനെ കുറിച്ച് പറയാ, ദമ്മാജിനെ കുറിച്ച് പറയാ. ദമ്മാജ് എന്താണെന്നോ ഒരു പിടുത്തവുമില്ലാതെ അബ്ദുൽ മജീദ് സലാഹി എന്നുള്ള ആളുടെ പേരിലുള്ള ആളുകൾ അഭിമാനിക്കുകയാണ്. ഇപ്പോൾ എന്താണ് അഭിമാനം? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് തീവ്രവാദത്തിലേക്കാണ്. എന്താണ് അത്? ഞങ്ങൾക്ക് അഭിമാനിക്കാൻ വകയാണ് എന്നാണ് ഇപ്പോൾ അവർ കൊണ്ടു നടക്കുന്നത്. സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഇന്നേവരെ ഈ തീവ്രവാദത്തിന്റെ ആളുകൾക്കൊരു കേസ് കെട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അവരുടെ കയ്യിൽ നിന്ന് ഒരു തീപ്പെട്ടിയുടെ ബോക്സെങ്കിലും പൊട്ടിച്ചതായി ചെറുപ്പത്തിൽ കളിക്കാറുണ്ട്. അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇവിടെ ഇപ്പോ കഴിഞ്ഞ ദിവസം
ഞങ്ങളുടെ ഇമാം ഷാഫിയിൽ മസ്ജിദില് നടന്നൊരു രസകരമായ ചർച്ചയുണ്ട്. നായശല്യം. അപ്പോ ചർച്ച നടക്കുകയാണ്. അവിടെ ഗുണ്ടുണ്ടല്ലോ, ഗുണ്ട്, പടക്കം, വലിയ പടക്കം, അതിനവിടെ ബോംബ് എന്നാണ് പറയാ. നമുക്ക് ബോംബ് പൊട്ടിക്കാം. ഞാൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പടക്കായിരിക്കും, പക്ഷെ ആളുകൾ ഇത് കേട്ടാൽ എന്താണ്? സുബ്ഹാനല്ലാഹ്. ഇല്ല, ഇവർക്ക് ഇവിടെ പരിചയമാണ്. ഇല്ല, ഇവിടെ പരിചയം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മളാണ് പറയുന്നത്. ശരി, ബോംബ് എന്ന് പറയണ്ട, പടക്കം വാങ്ങാം, പടക്കം വാങ്ങി പൊട്ടിക്കാം. പ്രശ്നമാണ്, പടക്കം വാങ്ങി പൊട്ടിച്ചാലെന്ന് വിചാരിക്കാം. ഇവിടെ ആളുകൾ തീവ്രവാദ പ്രവർത്തനത്തിന് തുടക്കം വിട്ടു കഴിഞ്ഞു. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബോംബ് പരിശീലനം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് നായ്ക്കൾ അവിടെ നിന്നോട്ടെ, പടക്കവും വേണ്ട, ബോംബും വേണ്ട. ഈ പടക്കം പൊട്ടിക്കാൻ പോലും നമുക്കെന്താണ് പ്രശ്നമാണ്, അതുപോലും പൊട്ടിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് നമ്മളുടെ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നമുക്കൊരു വിഷമവുമില്ല. അൽഹംദുലില്ലാഹ്, നമുക്കതിൽ സബർ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂലി പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഒരു സൂചന മാത്രം പറഞ്ഞു തന്നത് നമ്മളുടെ അവസ്ഥ ഇതാണ്. എന്നിട്ട് ആ ആളുകളെ കുറിച്ച് തീവ്രവാദി എന്ന് പറയുന്നവരുടെ അവസ്ഥ എന്താണ്? ആ ആളുകളുടെ അവസ്ഥ ഇതിൽ നിന്നും, ആരോപണങ്ങളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും അവരും മുക്തരല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അബൂ മുഫ്ലിഹ് ഹഫിളഹുല്ലാഹ് കർണാടകയിലെ പേരോടെന്നറിയപ്പെടുന്ന ആളാണ് തോക്കെ സക്കാഫി. അയാൾ നമുക്കെതിരെയിട്ട, അതായത് മുജാഹിദുകൾക്കെതിരെയിട്ട, നമുക്കെതിരെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ അവർക്ക് മറുപടി കൊടുത്തത് ഇട്ട ഒരു ക്ലിപ്പ് അതിങ്ങനെയാണ്. IS-മായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇതുവരെ പിടിയിലായവരിൽ ഒരാൾ ഒഴികെയുള്ളവർ TP അബ്ദുള്ള കോയ മദനി നേതൃത്വം നൽകുന്ന മുജാഹിദ് ഗ്രൂപ്പുമായി ബന്ധമുള്ളവരാണ്. ഔദ്യോഗിക വിഭാഗം മുജാഹിദുകളുടെ നിയന്ത്രണത്തിലുള്ള പീസ് ഇന്റർനാഷണൽ സ്കൂളിനെതിരെ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇത് ഞാനിട്ടത് ഇത് ശരിയാണെന്നോ, ഇതിന് വേണ്ടിയിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ അവർ തീവ്രവാദികളൊന്നും പറയാൻ വേണ്ടിയിട്ടതല്ല. ഇത്തരം വാർത്തകൾ പുറത്ത് ആളുകൾ ഇടുന്നുണ്ട്. വഹാബി തീവ്രവാദികളാണെന്ന് പറയാനാണ്. വഹാബികൾ തീവ്രവാദികളാണ്. ഈ മുജാഹിദുകളെ വഹാബികൾ എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇത് കേട്ടിട്ടുണ്ടല്ലോ? സമസ്തക്കാരൻ എങ്ങനെ മുജാഹിദാവും? സമസ്തക്കാരൻ എങ്ങനെ ഇനി മുജാഹിദാവും? സമസ്തക്കാർ പറയുന്നു തീവ്രവാദത്തിന്റെ എല്ലാ സംഭവം എവിടെയാണ്? വഹാബികളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയ വഹാബികൾ എന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആരോപണമാണ്, കളവാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊന്നത് വഹാബികളാണ്. പച്ചക്കളവാണ്, നമുക്കറിയാം. പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ പുറത്തുള്ള ആളുകൾ നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. തീവ്രവാദ ആരോപണം എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറ്റനായിട്ടുള്ള ഒരു ആരോപണമല്ല. നീ മുസ്ലിം എങ്കിൽ നീ തീവ്രവാദിയാണ്. ഇങ്ങനെയാണ് കാണുന്നത് സമൂഹത്തിൽ. ലോകത്തിന്റെ ഇന്നത്തെ സാഹചര്യം, നിനക്ക് മുസ്ലിം പേരുണ്ടോ അത് മതി. നീ ജനിച്ചത് ഇസ്ലാമിക കുടുംബത്തിലാണോ, അതിനുശേഷം നീ എന്തായി പോയാലും, ഒരു ഭക്തി പോലും നീ നിസ്കരിച്ചിട്ടില്ലെങ്കിലും നീ തീവ്രവാദ ബന്ധമുള്ളവനാണ്. ആ സമൂഹത്തിലാണ് നീ ജീവിക്കുന്നത്. പല ആളുകളും ഇന്ന് ഡയലോഗുകൾ വെക്കുകയാ. ഡയലോഗ് 2.0, ഡയലോഗ് 3.0. വിഷയം തീവ്രവാദ ആരോപകരോട്, വെറുപ്പിൽപാതകരോട്, വെറുപ്പിന്റെ കഥകളുടെ കെട്ടഴിയുന്നു. അങ്ങനൊക്കെ പണ്ട് കുറെ പേരുകൾ. എന്താണ് ഈ വെറുപ്പെന്ന് ഉദ്ദേശം? തീവ്രവാദ ആരോപണമാണ്, ഞങ്ങളെ തീവ്രവാദിയാക്കും. എന്നിട്ട് ഇവര് ചെയ്യുന്ന പണി എന്താ ഇവര് ചെയ്യുന്നത്? ഞങ്ങളല്ല, ഇവരാണ് തീവ്രവാദികൾ. മനസ്സിലാകുന്നുണ്ടോ? മുസ്ലിമീങ്ങൾ തീവ്രവാദികളല്ല എന്നല്ല, മറിച്ച് വിസ്ഡം തീവ്രവാദിയല്ല. പിന്നെയോ, ഞങ്ങളെക്കാൾ ദീനിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് നിൽക്കുന്ന വേറെ ചില ആളുകളുണ്ട്, അവർ നിങ്ങൾ തീവ്രവാദികൾ വിളിച്ചോളൂ, അതിനെ നേരെ മറിച്ച് ഞങ്ങളെ വിളിക്കണ്ട. എന്നിട്ടോ അവർ തന്നെ വിളിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, ഈ ആപ്ലിക്കേഷൻ ജമീൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ജമീൽ, അതിങ്ങനെ എടുത്താൽ കിട്ടും. അതിനിപ്പോ ആരും എടുത്തു നോക്കണ്ട, ഞാൻ ഇതിന്റെ അവസ്ഥ പറയാൻ വേണ്ടി വിൽക്കുകയാണ്. ഇത് വിസ്ഡം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിന്റെ ഓഡിയോ സെക്ഷൻ എടുത്താൽ
ഇവിടെ മിസൈലിന്റെ ഒരു ചിഹ്നം കാണാം. മിസൈൽ കണ്ടോ? മിസൈൽ. അതിന്റെ അപ്പുറത്ത് തീവ്രവാദം. അതായത് തീവ്രമായ വാദമല്ല, മറിച്ച് തീവ്രമായ വാദം കൂടി മിസൈൽ ഇടുന്ന ടീമാണ്. അവർക്കുള്ള മറുപടികളാണത്. അത് ഞെക്കിയാൽ താഴേക്ക് വന്നാൽ അതിലൊരു വിഷയം, അതിൽ പലതുണ്ട്. IS ഉണ്ട്, സലഫിയത്ത് വിദ്വേഷമല്ല, അതുപോലെ തന്നെ വിവേകത്തോടെ മുന്നോട്ട്. അതിലൊരു വിഷയത്തിന്റെ പേരാണ് സംഘടന, സമ്മേളനം, ഫോട്ടോ, പ്രബോധനം. ആശയക്കുഴപ്പമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യമെന്ത്? ഇതെന്തിനാ? ഇത് ഒരു സെക്ഷൻ ഉണ്ടാക്കാം. ഞാനൊരു സ്വാഭാവികമായൊരു സംഭവം പറയാണ്. ഉദാഹരണത്തിന് ഇതിൽ തന്നെ ഉണ്ടാവും ഇതിന് പറ്റിയൊരു സെക്ഷൻ. എന്താണ്? മാൻഹജ് എന്ന് പറഞ്ഞിട്ടോ, അതല്ലെങ്കിൽ വിമർശനം. വിമർശനം എന്ന് പറഞ്ഞിട്ടോ അവർക്കെതിരെയുള്ള വിമർശനങ്ങളാണ്. അതല്ലെങ്കിൽ ഏറ്റവും അടിയിൽ ഒന്നിനും പറ്റാത്തൊരു വിഭാഗമുണ്ട്, മറ്റുള്ളവ. അങ്ങനെയോ എന്ത് വേണമെങ്കിലും ഇടാം. ഇത് ഫോട്ടോയും തീവ്രവാദിയും തമ്മിലുള്ള ബന്ധം എന്താ? ഫോട്ടോ എടുക്കാത്തൊരു തീവ്രവാദിയാവുന്നാണോ? പറയുന്നവർ തീവ്രവാദികളാണോ? സംഘടന വേണ്ടെന്ന് പറയുന്നവർ തീവ്രവാദികളാണോ? പ്രബോധനം മര്യാദക്ക് നടക്കണം എന്ന് പറയുന്നവർ തീവ്രവാദികളാണോ? ഇനി ഈ വിഷയങ്ങളിലൊക്കെ ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കി വിചാരിക്കാം അവർ തീവ്രവാദികളോ? ഈ സെക്ഷനിൽ ഇത് കൊണ്ടുപോയിടുന്നതിന്റെ ഉദ്ദേശം എന്താ? ഞാൻ ഈ പറഞ്ഞത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് ആക്ഷേപങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ആ ആക്ഷേപങ്ങളൊന്നും നിങ്ങളുടെ മേൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതല്ല. അത് ഏത് വിഭാഗമായാലും. ചില ആളുകൾക്ക് താടി വെച്ചാൽ പോലും അതെന്താണ്? ഇത് കുറച്ച് കടന്ന കയ്യാണ്. താടി വെച്ചാൽ ഒന്ന് കേട്ടു നോക്ക്. പഠിച്ചോൻ തന്നതിൽ ഒരു തൃപ്തി ഉണ്ടായാൽ മതി. ദുനിയാവ് റാഹത്ത, സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും, ആരോടും മനസ്സൊന്ന് ഇടപെടാൻ പറ്റും. എന്നാൽ ദുനിയാവ് വലുതായിട്ട് തോന്നിയാലുണ്ടല്ലോ ഒന്നും മതിയാകാതെ വരും, നിറയാതെ വരും. മരിക്കുന്നവരെ മുതലുണ്ടാക്കാനോടും. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു നല്ല മുഅ്മിനാണെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആ മുഅ്മിനിന്റെ ഒരു കോലോ ചേലോ ഒക്കെ ഉണ്ടാവണം എന്നല്ല. ഇപ്പൊ എങ്ങനെയാ മുഅ്മിനിന്റെ അടയാളം എന്താ? ഓനൊരു ഈമാൻ ലുക്ക് ഉണ്ടാവണം. ഓന്റെ നീണ്ട താടി, പറ്റ വെട്ടിയ മിശ. ഇതൊന്നും തെറ്റാന്നല്ലോ. പക്ഷെ ചിലർക്ക് ഇതൊക്കെ ഇതൊന്നും തെറ്റാന്നല്ലോ. ചെയ്യോനെ നിങ്ങൾ തല്ലൊന്നും വേണ്ട, മനസ്സിലായോ? പറയാണ് 250 ആൾക്കാരെ, പക്ഷെ ചിലർക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ. 250 ആൾക്കാരെ വെടിവെച്ചു കൊന്ന കസബിന്റെ മുഖത്തും താടിയുണ്ട്. അജ്മൽ കസബിന്റെ മുഖത്ത് താടിയില്ല. അജ്മൽ കസബ് നല്ല ജീൻസ് ടീഷർട്ടൊക്കെ ഇട്ട് മറ്റേ ഏതോ ബാക്ക് ഒക്കെ ഇട്ട് പോണ ഒരാളായിട്ടാണ് അമ്മ കണ്ടത്. അപ്പൊ 250 ആളെ കൊന്ന അജ്മൽ കസബിനും നീണ്ട താടിയുണ്ട്. ഇതുപോലെ ഇതെടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? അജ്മൽ കസബിന് താടി ഉണ്ടായിരുന്നത് സമ്മതിച്ച് മുജാഹിദ് നേതാവ് അൻസാർ നന്മണ്ട അയാൾ എന്ത് ചെയ്യാണ്? അയാൾ ഇതാ സമ്മതിച്ചിരിക്കുന്നു. അജ്മൽ കസബിന് പോലും നീണ്ട താടി ഉണ്ടായിരുന്നു. പിന്നെ ഈ താടിയുടെ പ്രസക്തി എന്താണ്? തെറ്റാന്നൊന്നും മൂപ്പര് പറയുന്നില്ല. എത്രയോ ഫ്രീക്കന്മാര് താടി വെക്കുന്നുണ്ട്, അതൊക്കെ തെറ്റാന്ന് പറയാൻ പറ്റും. പക്ഷെ ദീനിനു വേണ്ടി താടി വെച്ചാൽ, ഈമാനിക ലുക്ക് എന്ന് തെളിയിക്കാൻ വേണ്ടി താടി വെച്ചാൽ അതാണ് പ്രശ്നം. എത്രയോ ചെക്കന്മാരെന്ത് ചെയ്യുന്നുണ്ട്? താടി വളർത്തുന്നു, മീശ വലുതാക്കുന്നു. അതൊന്നും പ്രശ്നമില്ല, കാര്യം എന്നല്ല പറയുന്നത്. ഇപ്പൊ സഹോദരങ്ങളെ, തീവ്രവാദ ആരോപണം എന്ന് പറയുന്നത് ഇതിപ്പോ ആർക്കൊക്കെ പറ്റി? ഇനി വിഷ്ണത്തിൽ ഒരാൾ നീണ്ട താടി ഉണ്ടെങ്കിലും അയാൾക്കും അത് പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ ദമ്മാജ്, അതും ഇതുപോലെ തന്നെ ആരോപണ വിധേയമാണ്. നമുക്കറിയാം ദമ്മാജിനെ കുറിച്ച് ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? ദമ്മാജ് എന്ന് പറഞ്ഞാൽ ISISന്റെ നേതാവാകുന്ന അബൂബക്കർ, എന്തൊരു പേരുണ്ടല്ലോ അയാൾ പഠിച്ച സ്ഥാപനം നിൽക്കുന്നത് ദമ്മാജിലാണ്. ആ ദമ്മാജിലേക്ക് ഇവിടുന്ന് ആളുകളൊക്കെ പോകുന്നുണ്ട് എന്ന് സലഫികളിൽപ്പെട്ട മറ്റൊരു വിഭാഗത്തിന്റെ ഒരാൾ, ഇസ്മായിൽ ഷാഫി എന്ന് പറയുന്ന ആള്, ഒരു 10-15 മിനിറ്റിന്റെ വോയിസ് ഇറക്കിയിരുന്നു. ഇത് നിങ്ങളെ കേൾപ്പിച്ചത് ദമ്മാജ് എന്ന് പറഞ്ഞ എന്തോ ആളുകളുടെ മനസ്സിൽ. അബൂബക്കർ അൽ ബഗ്ദാദി, ബഗ്ദാദിലാണെന്ന് പറഞ്ഞ ആളുടെ വീട് നമുക്കറിയില്ല. ബഗ്ദാദി നാളെ നെസ്ബ എടുത്തുള്ളത് ബഗ്ദാദിനാണ്, ബഗ്ദാദി ആയിരിക്കും. അയാൾ പഠിച്ചത് അവിടെ ദമ്മാജിൽ പോലും.
ഇത് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് തെളിവായോ? അതോടുകൂടി ദമ്മാജിൽ പോകാതിരിക്കാനുള്ള തെളിവ് കിട്ടിയതായോ? സഹോദരങ്ങളെ, സത്യാവസ്ഥകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യങ്ങളെ സത്യമായി മനസ്സിലാക്കാനും കളവുകളായി മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാകരുത്, സ്പർദ്ധയുണ്ടാകരുത്. അതിനുവേണ്ടി ഏറ്റവും നല്ല മാർഗമായി പലരും കണ്ടുപിടിച്ച എന്താണ്? മതം വേണ്ട എന്ന് പറയലാണ്. മതം വേണ്ട, മതമാണ് പ്രശ്നം. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? സ്പർദ്ധയുണ്ടാകാൻ കാരണം മതമാണ്, പ്രത്യേകിച്ച് ഇസ്ലാമാണെന്നാണ് പറയുന്നത്. അംഗീകരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും വിഭാഗത്തിൽ അംഗീകരിക്കാൻ പറ്റുമോ? സഹോദരങ്ങളെ, തീവ്രവാദ ആരോപണം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമുക്കെതിരെയാണ് ആ ചൂണ്ടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളാണ് അതിന് ഞാൻ വിരൽ ചൂണ്ടുമ്പോഴും എന്റെ നിലയും ആ വിരലുകൾ ചൂണ്ടുന്നുണ്ട് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അബൂഫലി ഹഫളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. തീവ്രവാദ ആരോപണവുമായി വിസ്ഡക്കാർ വളരെയധികം ശക്തമായി മുന്നിലേക്ക് വന്നപ്പോ നിങ്ങൾ കൊണ്ടുവന്ന മൂസ സെർഡോണിയോ അയാളും ഇങ്ങനെയുള്ള ഒരാളായി. ഇത്തരത്തിൽ തീവ്രവാദത്തെ യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിച്ചത് ആരാണെന്ന് ആ മാധ്യമ പ്രവർത്തകനോട് ചോദിച്ചാൽ ടി അബ്ദുള്ള കോയ വിഭാഗം എന്ന് പറഞ്ഞാൽ, അതുപോലുള്ള വിഭാഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട് പറയാൻ? അതുകൊണ്ട് സത്യം പറയാൻ വേണ്ടി ശ്രമിക്കുക, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാവുക, നീതിയെ പാലിക്കുന്നവരാവുക. സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ നാട്ടിൽ ഇത്തരത്തിൽ പല രൂപത്തിലുള്ള മുജാഹിദ് സംഘങ്ങളും സംഘടനകളും ഉണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഏകദേശം 100ഓളം വർഷമായി നമ്മളുടെ നാട്ടിൽ ദഅവത്തിന്റെ കാര്യങ്ങൾ നടത്തുന്നു, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു എന്ന് നമുക്കറിയാം. അതിൽ നിന്നും പല നിലക്കുള്ള അവാന്തര വിഭാഗങ്ങളും ഉണ്ടായി. പല നിലക്കും അവർ ഭിന്നിക്കുകയും പല പുത്തൻ ആശയങ്ങളും അവരുടെ തുടക്കത്തിലും ഒടുക്കത്തിലും എന്ന നിലക്ക് പല രൂപത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. അത് നിഷേധിക്കാൻ നമുക്കാവുകയില്ല. പല ആളുകളും ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പും ശേഷവും ഒക്കെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ, പുത്തനായ കാര്യങ്ങൾ അവരിൽ കടന്നു വന്നിട്ടുള്ളത് അതിന് സാക്ഷിയാണ് നമ്മൾ ഓരോരുത്തരും. അവരിൽ പെട്ടവരാണ്, അതിൽ നിന്ന് ഭിന്നിച്ചു പോയവരാണ് മർക്കസ് ദഅവ എന്ന് പറഞ്ഞറിയപ്പെടുന്ന മടവൂരികൾ. ആ വിഭാഗത്തിൽ തന്നെ ഉണ്ടായവരാണ് ഇന്ന് KNM എന്നറിയപ്പെടുന്ന ആളുകൾ. അതുപോലെ തന്നെ അതിനുശേഷം അതിൽ നിന്ന് ഭിന്നിച്ചവരാണ് വിസ്ഡം എന്ന് പറഞ്ഞറിയപ്പെടുന്ന, ആദ്യം ദഅവാ സമിതിയായിരുന്നു, പിന്നീട് വിസ്ഡം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ. അതിനുശേഷം അതിൽ നിന്ന് ഭിന്നിച്ചവരാണ് സക്കരിയ സുലൈഹി, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ. അതിനുശേഷം അതിൽ നിന്നും വീണ്ടും ഭിന്നിച്ചു റൌഫ് നദ്വിയുടെയും അതുപോലെ തന്നെ നിയാഫിന്റെയും ഒക്കെ മറ്റു ടീമുകളും ഉണ്ടായി. അതുപോലെ മങ്കട എന്ന് പറയുന്ന സ്ഥലത്തുള്ള സുബൈർ എന്ന് പറയുന്ന ആൾ, അയാളുടെ പേരിലും ഒരു കൂട്ടമുണ്ടായി. അങ്ങനെ പല ഗ്രൂപ്പുകളായി മുജാഹിദ് പ്രസ്ഥാനം വിരിഞ്ഞിട്ടുണ്ട്. അവർക്കിടയിൽ നിന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വ്യതിരിക്തത എന്താണ് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വ്യതിരിക്തത ആളുകൾ മനസ്സിലാക്കുന്നതിലേക്ക് അവരുടെ കണ്ണുകളിൽ പൊടിയിടാനുള്ള ചില ചെറുപ്പ് അല്ലെങ്കിൽ പൊരുട്ട് വഴികൾ മാത്രമാണ് ഇത്തരം ആരോപണങ്ങളെന്ന് മനസ്സിലാക്കിയ ഒരുപാട് യുവാക്കൾ, ഒരുപാട് മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാഹ് ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്താണ് അടിസ്ഥാനപരമായി, അല്ലെങ്കിൽ തുടക്കത്തിന്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ മറ്റു ഈ പറയപ്പെട്ട സംഘങ്ങളും നിങ്ങളിപ്പോൾ ദമ്മാജും മഞ്ചേരി ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെയും ഒരു വ്യത്യാസം എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പിളർന്നു പോന്നിട്ടുള്ള ഓരോരുത്തരും അവരൊരു പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. മടവൂരി വിഭാഗം പുറത്തുപോയി. അവർ മർക്കസ് ദഅവയോ അല്ലെങ്കിൽ മടവൂരി എന്ന് പറയുന്ന പുതിയൊരു വിഭാഗം, മർക്കസ് ദഅവ എന്നോ അല്ലെങ്കിൽ NMK എന്നോ ജമാഅത്തുൽ മുജാഹിദീൻ കേരള എന്നോ ഒക്കെ പറഞ്ഞ് പ്രസ്ഥാനമുണ്ടാക്കുകയും അവർ പുതിയൊരു പ്രസ്ഥാനമായി മാറുകയും ചെയ്തു. പ്രൊഡക്ഷൻ 1921 കഴിഞ്ഞ് അതിനുശേഷം ഇങ്ങോട്ട് കടന്നു വന്ന് ഏകദേശം 2002 ആയപ്പോൾ ഒരു വിളക്ക് വളരുകയും അവർ പിളർന്ന് ഒരു വിഭാഗമാവുകയും ചെയ്തു.
വീണ്ടും KNM മുന്നോട്ട് ചെല്ലുകയും 2012 അതിൽ നിന്നും ഒരു പിളർപ്പുണ്ടാവുകയും സമിതി ഒരു ഭാഗം കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പേരിലായി പിളർന്നുകൊണ്ട് പോയി. എന്നിട്ട് ആ ദഅ്വാ സമിതി പിന്നീട് വിശദമായി അതിനു മുമ്പ് തന്നെ അതിൽ നിന്നും വേറൊരാൾ പിളർന്നു പോയി. സക്കരിയ സ്വലാഹി എന്ന് പറയുന്ന ഒരാൾ പിളർന്നു പോവുകയും അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആളുകൾ പോവുകയും ചെയ്തു. അങ്ങനെ മറ്റൊരു പിളർപ്പും ഉണ്ടായി. അങ്ങനെ ചില ആളുകൾ പിളരുകയും പ്രാദേശികമായി പല രൂപത്തിലുള്ള സംഘങ്ങളോ സംഘടനകളോ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്രമാത്രം പിളർപ്പുകൾ ഉണ്ടായത്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നിങ്ങൾ മഞ്ചേരി വിഭാഗം എന്ന് വിളിക്കുന്ന ഒരു സംവിധാനം ഒരിക്കലും ഏതെങ്കിലും പുതിയ സംഘടന ഉണ്ടാക്കാനോ പുതിയൊരു സംഘം ഉണ്ടാക്കാനോ ഇതുവരെ നിന്നിട്ടില്ല. അതിനർത്ഥം അവർക്ക് സംഘമില്ല എന്നല്ല, ഇതെല്ലാം ഒരു സംഘമാണ്. ഈ സംസാരം അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫദ്ല് കഴിഞ്ഞാൽ ഒരു സംഘത്തിന്റെ പ്രവർത്തനവും കൂടെ ഇതിനൊരു സബബാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാസർഗോഡാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്റെ സഹോദരങ്ങൾ എന്നെ വിളിച്ചിട്ടാണ്. ഒരു പാർട്ടിയുടെ ബന്ധം, എന്ത് ബന്ധം ഞങ്ങൾക്കിടയിലില്ല. അങ്ങനെ ഒരു പാർട്ടി ഞങ്ങൾക്ക് ആവശ്യമായിരുന്നില്ല ഞങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാൻ. മറിച്ച് ഇവനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലാണ്. അത് തന്നെ മതിയായതാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനും ബന്ധത്തിനും സന്ദർശനങ്ങൾക്കും സഹകരണങ്ങൾക്കും. ശരി, പറഞ്ഞു വന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വഴി ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. വിസ്ഡം ഗ്രൂപ്പിലെ ഏതെങ്കിലും നേതാക്കന്മാർ പിരിഞ്ഞുപോയി ഒരു പുതിയ വിസ്ഡം ഗ്രൂപ്പിലെ ആളുകളെ വാർത്തെടുത്ത് വെടിച്ചിട്ടുണ്ടാക്കി ഗ്രൂപ്പല്ലത്. മറിച്ച് ഈ സംഘം, ഈ ചെറു സംഘം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ഒരു കൂട്ടം അതിലൂടെ ഉണ്ടായത് മുന്നേ ഉള്ള ഒരു കൂട്ടത്തിലേക്ക് അത് ചേർന്നു എന്നതാണ്, പുതിയതായി ഉണ്ടാക്കിയതല്ല. മുന്നേ ഉണ്ടായ ഒരു കൂട്ടത്തിലേക്ക് അത് ചേർന്നു. ലോകം മുഴുവനും പടർന്നു പന്തലിച്ച് കിടക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്ത് അത് ഏറ്റവും സുന്ദരമായി നടക്കുന്ന ഒരു നാട്ടിലേക്ക് അവർ കടന്നു പോവുകയും അവിടെ നിന്ന് അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ സുന്നത്ത് കറകളഞ്ഞ രൂപത്തിൽ പഠിപ്പിക്കുന്ന സംവിധാനങ്ങളുള്ള, ഇവിടെ കറകളഞ്ഞ സുന്നത്ത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളില്ല എന്നല്ലേ പറഞ്ഞിട്ട് അർത്ഥം. ഇത് പഠിപ്പിക്കാൻ കൃത്യമായ സംവിധാനങ്ങളുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലേ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ ഇമാമിയങ്ങൾ സ്വീകരിച്ചു വരുന്ന ആ നിലപാടിൽ പഠിക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ ഇവിടെ നിന്നും സമസ്തയിൽ നിന്നും മാറിയവർ അവിടേക്ക് പോയി. മുജാഹിദിൽ നിന്നും സത്യം മനസ്സിലാക്കിയ പല ആളുകളും ഉണ്ടായിരുന്നു, അവരവിടേക്ക് പോയി. പുതിയതായി മുസ്ലിങ്ങളായി വന്ന പലരും ഉണ്ടായി, അവരവിടേക്ക് പോയി. പലരും ഉണ്ടായി. അതേതെങ്കിലും സംഘടനയെ വടിച്ചെടുത്തതല്ല, അതല്ലെങ്കിൽ അവർ കുളത്തിൽ നിന്ന് പിടിച്ച മീനിനെ സ്വിമ്മിംഗ് പൂളിൽ ഇട്ടതല്ല. മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ ദഅവത്ത് കൃത്യമായി നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് സത്യം ആഗ്രഹിച്ചവർ കടന്നു ചെന്നു, അവർ പഠിക്കാൻ ആരംഭിച്ചു. ഞാൻ സംസാരിക്കുന്ന ഇയാൾ എന്റെ വെല്ലുവിട്ട മുതൽ മുജാഹിദാണ്. മുജാഹിദ് സംഘടനയിൽ വന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. എന്റെ വല്യപ്പ പള്ളി പ്രസിഡന്റായിരുന്നു, അവിടുത്തെ മുജാഹിദ് പള്ളി പ്രസിഡന്റായിരുന്നു എന്റെ വല്യപ്പ, മരണപ്പെട്ടു പോയി റഹിമഹുല്ലാഹ്. അതുപോലെ തന്നെ എന്റെ വാപ്പയുടെ പിതാവും അതുപോലെ തന്നെ, ഉമ്മയുടെ പിതാവും വാപ്പയുടെ പിതാവും അങ്ങനെ തന്നെ. കുടുംബം, രണ്ടു കുടുംബവും മുജാഹിദ് ഫാമിലിയാണ്. എന്റെ ഉമ്മ വാപ്പ അവരൊക്കെ മുജാഹിദ് ഫാമിലിയാണ്. ഞാൻ പഠിച്ചത് മുജാഹിദ് കോളേജുകളിലാണ്. ഞാൻ അറബി കോളേജിൽ പഠിക്കുമ്പോൾ മുസ്ലിം അല്ലാത്ത ആളുകൾ ഇന്ന് ബൈഖൂനിയെ നമുക്ക് പഠിപ്പിച്ചു തരാം. അതുപോലെ തന്നെ ഉസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഗ്രന്ഥങ്ങൾ തർജ്ജമ ചെയ്യുകയാണ്. അതൊന്നും ഇവിടെ നിന്നത് കൊണ്ടല്ല, ഏതെങ്കിലും അവിടുത്തെ ഏതെങ്കിലും കക്ഷിയിൽ, അതായത് കേരളത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു സംഘടനയിലോ കക്ഷിയിലോ ചേർന്നത് കൊണ്ടല്ല, മറിച്ച് മുന്നേ ഉള്ള ഒരു കക്ഷിയിലേക്ക് ചേർന്നത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫദ്ലിന് ശേഷം മുന്നേ ഉള്ളതാണത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇങ്ങോട്ട് ഒരിക്കലും നിലച്ചിട്ടില്ലാത്ത ഒരു കക്ഷി ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്, ഇന്നും ജീവിപ്പിച്ചിരിക്കുന്നുണ്ട്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എന്റെ ഉമ്മത്തിൽ ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി അലൽ ഹഖ് ബാഹിരീൻ, എന്റെ ഉമ്മത്തിൽ സത്യത്തിൽ പ്രകടമായി നിലനിൽക്കുന്ന ഒരു വിഭാഗം അത് അവരെ എതിർക്കുന്നവർക്കോ ചതിക്കുന്നവർക്കോ ഇവരെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. എതിർക്കുന്നവരുണ്ടാകും, ചതിക്കുന്നവരുണ്ടാകും, തീവ്രവാദിയാണെന്ന് പറഞ്ഞ് ഒറ്റിക്കൊടുക്കാൻ ആളുണ്ടാകും. അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്ത് അതെന്ത് ചെയ്യുന്നു? സുന്ദരമായി നടക്കുന്ന ഒരു നാട്ടിൽ അവരവിടേക്ക് കടന്നു ചെല്ലുകയും ദീന് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുവാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അപ്പൊ വന്ന ആക്ഷേപം, ദമ്മാജ് ഒരു തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ്, ദമ്മാജ് സലഫിസം തീവ്രവാദത്തിലേക്കോ, IS-ന്റെ തുടക്കം ദമ്മാജിൽ നിന്നാണ്. അങ്ങനെ എത്ര ആക്ഷേപങ്ങൾ IS-നെ കുറിച്ച് അല്ലെങ്കിൽ ദമ്മാജ് എന്ന് പറയുന്ന ആ സ്ഥലത്തെ കുറിച്ച്, അവിടെയുള്ള സ്ഥാപനത്തെ കുറിച്ച്, അവിടുത്തെ ശൈഖിനെ കുറിച്ച് ആളുകൾ പറഞ്ഞു തുടങ്ങി. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, ശൈഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള ഉലമാക്കൾ അദ്ദേഹത്തോട് ദീന് പഠിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നസീഹത്ത് ചെയ്തത് ദമ്മാജിലേക്ക് പോകാനാണ്, ശൈഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകാനാണ്, നീ വൈകിപ്പിക്കരുത്, അത് ശൈത്താനിൽ നിന്നാണ് എന്നാണ് ശൈഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്. ആ ദമ്മാജിനെ കുറിച്ച് ഇന്ന് ഞാൻ കേട്ട സംസാരം, അതിനെ മലയാളത്തിൽ നന്നാക്കി ഞാൻ പറയാണ്, മാലിന്യക്കുഴി, അതാണത് എന്നാണ് പറഞ്ഞത്. അതാണ് മലയാളത്തിൽ നമുക്ക് ഏറ്റവും നല്ലൊരു രൂപത്തിൽ ഞാൻ പറയാൻ കഴിയും. എവിടെ നിന്ന് വരുന്ന മാലിന്യം എന്ന് പറയും. അങ്ങനെ പറയുന്നു ഖതീബുമാർ. എന്തിനെ കുറിച്ച്? ദമ്മാജിനെ കുറിച്ച്. ഒരിക്കൽ കാസർഗോഡ് വന്ന് ഒരാൾ ഖുതുബ നടത്തി, പേര് മുജാഹിദ് എന്നാണ്. പറഞ്ഞത്, നിങ്ങൾ ഈ കാണിക്കുന്ന ദീൻ നിങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി തന്നതാണ് നിങ്ങൾക്ക് ആരോ ദമ്മാജി. ദമ്മാജ് ഒരു പ്രശ്നമാണ്. അപ്പോ ദമ്മാജ് എന്തുകൊണ്ട് പ്രശ്നമായി? ശൈഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് ഇവർക്കെല്ലാവർക്കും താല്പര്യമുള്ള ശൈഖാണ് താനും. ശൈഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിനോട് താല്പര്യമാണെന്ന് അർത്ഥം. കഴിഞ്ഞ ദിവസം ജാമിയ ഹിന്ദിൽ നിന്നും പോസ്റ്റർ ഇറങ്ങുന്നു, അടിയിലതാ അതിന്റെ കൗലിന്റെ ആള് ശൈഖ് മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദിഈ. ഇവനൊരാൾ ചോദിച്ചു, ഇയാളെ ഇവരിങ്ങനെ ഷെയ്ഖിനെ അംഗീകരിക്കോ? അവർ പറയും, ആ പേരിനെ അവർ അംഗീകരിക്കും, ആ പേരിനെ അവർ അംഗീകരിക്കും. കാരണം മുൻകാലത്ത് ഹുസൈൻ അൽ കറാബീസിയെ പോലുള്ള ആളുകൾ അവരുടെ സ്വഭാവം എന്തായിരുന്നു? ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് വൈരികളാണവർ. പക്ഷേ ഇമാം അഹ്മദിന്റെ പേര് കേട്ടാൽ അപ്പൊ പറയും, ഓ ഷെയ്ഖാണ്, വലിയ ആളാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങളോടോ വൈരികളാണ്. ബിദ്അത്തുകാരെന്ന് ഇമാം അഹ്മദ് വിധി എഴുതിയവരാ. എന്നാൽ അവരിങ്ങോട്ടോ ഷെയ്ഖ് അഹ്മദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇതേ കാര്യമാണ് ഇവിടെ നടന്നത്. ചില ആളുകൾ ബിദ്അത്തിന്റെ കക്ഷികൾ അവരെന്ത് ചെയ്യും? അവർ പേരെടുക്കാൻ വേണ്ടി സുന്നത്തിന്റെ ചില ആളുകളുടെ ഉലമാക്കളുടെ പേരുകൾ അവർ എഴുതും. എന്നിട്ട് ഇവരൊക്കെ ഞങ്ങളുടെ ആളുകളാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, ശൈഖ് മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദിഈ റഹിമഹുല്ലാഹ് സംഘടനകൾക്കെതിരെ വളരെ ശക്തമായി സംസാരിച്ച ആളാണ്. ജമഇയ്യത്തുൽ ഹിക്മ എന്ന് പറയുന്ന തരത്തിലുള്ള പല സംഘടനകളും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള സക്കരിയ സ്വലാഹി വിഭാഗം, അവരെ പറ്റിയുള്ള ആളുകൾ, അത്തരക്കാർക്കെതിരെയെല്ലാം ശക്തമായി സംസാരിച്ച ആളാണ് ശൈഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ്. പക്ഷെ പേര് വേണം. കാരണം ശൈഖ് മുഖ്ബിലിനെ എല്ലാവർക്കും, ശൈഖന്മാർക്കൊക്കെ താല്പര്യമാണ്. അതുകൊണ്ട് ആ പേര് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അങ്ങനെ പേര് മാത്രം അവരെന്ത് ചെയ്യുകയാണ്? അവർ ഏറ്റെടുത്തു. സഹോദരങ്ങളെ, അപ്പോൾ ചില തെറ്റിദ്ധാരണകൾ നമ്മളെ സംബന്ധിച്ച് നാടുകളിൽ ചെലുത്തുന്ന ചില തെറ്റിദ്ധാരണകളിൽ ഒന്നാണ് തീവ്രവാദം എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അത്
ഇസ്ലാമിന്റെ ശത്രുക്കൾ മുതൽ ഇങ്ങോട്ട് അസത്യത്തിന്റെ വാഹകർ, സത്യത്തിന്റെ ആളുകൾക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് ചെലവഴിക്കാൻ കഴിയുന്ന ഒരു വാദമാണ്, ഒരു ആരോപണമാണ് തീവ്രവാദം. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലിനെയും പോലുള്ള അതല്ലെങ്കിൽ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ തീവ്രവാദത്തിന് ഇസ്ലാമിന്റെ പുഷ്ടന നൽകി. IS പോലുള്ള ഭീകരവാദികൾ അതിന് നല്ലപോലെ കൂട്ടുനിന്നു. ദാടിയും മീശ എടുത്തതും കണ്ടാൽ, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം കണ്ടാൽ തീവ്രവാദിയാണ് എന്ന് തെറ്റിദ്ധരിക്കാനും എളുപ്പമാണ്. അങ്ങനെ ഇരിക്കെ വളരെ പെട്ടെന്ന് ചെലവാകുന്ന ഒരു ആരോപണമാണ് തീവ്രവാദം എന്നതിനാൽ മാത്രമാണ് അവരത് ഏറ്റെടുത്തിട്ടുള്ളത് എന്നാണ് ഒന്നാമതായി നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കുന്നവർ അവർ തന്നെ തീവ്രവാദി എന്ന് വിളിക്കപ്പെടുന്നതിന്റെ പേരിൽ നാടൊട്ടുക്ക് കരഞ്ഞു നടക്കുന്നവരാണ് എന്നതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.